രൂപ നിരക്കിലാണ് മേടിച്ചത്. ഇത് നമ്മുടെ ചട്ടി കണക്കിനാണ്, ബ്രാഞ്ചസിൻ്റെ കണക്കിനല്ല നമുക്ക് നഴ്സറിയിൽ നിന്ന് സാധനം തരിക, ചട്ടിയുടെ കണക്കിനാണ്. അപ്പം നിങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഇൻട്രോ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പോട്ട് ചെയ്യേണ്ട സംവിധാനമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ പോട്ട് ചെയ്യൽ, പോട്ട് മിക്സ്, അതുപോലെ തന്നെ പല സാധനങ്ങളും ഇൻഡോർ പ്ലാന്റ് ആയതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. അസല് നമ്മളെ നാടൻ മണ്ണാണ്. നാടൻ മണ്ണ് വെച്ചാൽ നമ്മുടെ തെങ്ങിൻ്റെ അടക്കുന്ന് നമ്മളുടെ അടുക്കള വേസ്റ്റും ചവറുകളും എല്ലാം ഇട്ട് മണലാണ് ഈ സാധനം. ഇതിൻ്റെ കൂടെ ഞാൻ പോട്ടിംഗ് സോയിൽ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 4 ചട്ടി മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 ചട്ടി മണ്ണിലേക്ക് 1.5 ചാക്ക് പോട്ടി മിക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ പെർലൈറ്റ് ഉണ്ടല്ലോ, പെർലൈറ്റും ഇട്ടിട്ട് കുറച്ച് പെർലൈറ്റ് ഇട്ടിട്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ള കളറ്. ഓക്കെ, ഈ പെർലൈറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ വസ്തു അത് യഥാർത്ഥത്തിൽ തണൽ ചെടികളാണ്. അവർക്ക് വേണ്ടത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടാണ് സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ അലങ്കാര ചെടി പോലെ വളർത്തുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് സൂര്യപ്രകാശം ഡയറക്റ്റ് തട്ടാത്ത രീതിയിൽ അവർക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് കുറച്ച് അഗ്ലോണിമ, ഇപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അഗ്ലോണിമകളാണ്. മുമ്പ് മേടിച്ച് കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പ് മേടിച്ച അഗ്ലോണിമ ഞാനൊരു നഴ്സറി പോയിട്ട് മേടിച്ച് വരുന്ന സമയത്ത് അന്ന് 300-350 രൂപയാണ് അഗ്ലോണി. അത് റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇനുണ്ടല്ലോ, ആ ഒരു ഇനത്തിന് ഞാൻ കാണിച്ചു തരാം. കിട്ടില്ല ഈ സാധനം. ഈ ഇനത്തിന് 250 രൂപ പറഞ്ഞതായിരുന്നു. 250 അല്ല 350 രൂപ. അപ്പോൾ ഞാനങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിലെല്ലാ സാധനമായിരുന്നു. 350 എന്ന് പറയുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ആ നഴ്സറിയിൽ തന്നെ ഇങ്ങനെ പരിധി നോക്കുന്ന സമയത്ത് ഇൻഡോർ ഇത് അഗ്ലോണിമ തന്നെ ചെറിയ 2 ഇലയുമായിട്ട് ഒരു തണ്ടും കൂടിയിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ തന്നെന്നുണ്ടാൽ ഇതിനെ എനിക്ക് തരുന്നു വെച്ചാൽ അങ്ങനെ 70 രൂപക്ക് ഒന്നിനും പറ്റാത്തൊരു ചെടി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയോ, എല്ലാവർക്കും ഒരു വിചാരമുണ്ട് അഗ്ലോണിമ വർഗത്തിൽ പെട്ടെന്നുണ്ടാൽ ഇതുപോലെ ചനച്ചം പൊട്ടി വരണം എന്നുള്ളത്. കണ്ടോ, ഇതുപോലെ ചനച്ചം പൊട്ടി ഉള്ളിൽ നിന്ന് വേരിൽ നിന്ന് മുള പൊട്ടി വന്നെങ്കിലേ ഇത് പിടിക്കുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ കമ്പുകൾ, ഇത്രയും ചെടികൾ അഥവാ ഇതുപോലത്തെ ചെറിയൊരു പീസ്, ഇത്രയും ഇലകളൊന്നും ഇല്ലാത്തൊരു പീസായി നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ അന്ന് കിട്ടിയതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂമ്പുകൾ മാത്രം 2 ചെറിയൊരു കൂമ്പുകളുണ്ടായിരുന്നു. ആ കൂമ്പുകൾ ഒരു ചട്ടിയിലും ബാക്കി അതിൻ്റെ സ്റ്റെമ്പുകളുണ്ടല്ലോ, സ്റ്റെമ്പുകൾ ഏകദേശം ഒരു 1.5-2 ഇഞ്ച് വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഒരു 3 ചട്ടിയിൽ വേറെ ആക്കി. അങ്ങനെ കിട്ടിയ ചെടികളാണ്. ഇപ്പം ഏകദേശം ഒരു 2-2.5 വർഷം ആയിട്ടുണ്ടാവും ഇത്രയും ചെടി. മാത്രമല്ല വീട്ടിൽ നിന്ന് ഏകദേശം എല്ലാവരും, എൻ്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും ഈ അഗ്ലോണിമ തൈ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സിന് യഥാർത്ഥത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല. ഈ പെർലൈറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ചകിരിച്ചോറ് അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരുപാട് ഐറ്റംസ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കലാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഈ ചെടികളൊന്നും എന്തല്ല നമ്മുടെ ഈ പെർലൈറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറിട്ടിട്ടോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ പറമ്പിൽ കിട്ടുന്ന ഈ മണൽ, അതാണ് നമ്മുടെ കടപ്പുറം ഏരിയ. കടപ്പുറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് ഏകദേശം ഇവിടുന്ന് 1.5-2 കിലോമീറ്റർ ഉള്ളൂ. നമ്മളുടെ തീരദേശ മേഖല എന്ന് പറയാം. അസലും മണലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മളുടെ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടക്കള വേസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മണ്ണിൽ ലയിച്ചത്. അഥവാ നമ്മുടെ തെങ്ങിൻ്റെ കടക്കൽ എന്ത് ചെയ്യും, അടക്കള വേസ്റ്റുകൾ പറഞ്ഞു വെച്ച്, അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകൾ, പുറത്തുനിന്നുള്ള മീൻ്റെതും അതുകളൊക്കെ എല്ലാ ചവറുകളും നമ്മളുടെ തെങ്ങിൻ്റെ കടക്കിട്ട് ആ മണ്ണാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. അത് അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇതിൻ്റെ കളർ ഉണ്ടോ? ഇത് നമ്മളുടെ പുറത്ത് മുറ്റത്ത് കിട്ടുന്ന സാധാ മണലാണ്. ഇത് ഒറിജിനൽ നമ്മുടെ തെങ്ങ്, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ കടക്കെന്ന് കിട്ടുന്ന മണ്ണാണിത്. തെങ്ങിൻ്റെ അടക്കം നമ്മളുടെ ഇളക്കട വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ള മണ്ണ്. അപ്പോൾ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ മറ്റുള്ള വളങ്ങളോ ഒന്നും ഇതിൽ ഉപയോഗിക്കേണ്ടി വരില്ല. ഇതിപ്പോൾ ഈ മണ്ണിൽ പോട്ടി മിക്സും അതുപോലെ തന്നെ പെർലൈറ്റും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ മണ്ണ്. ഇതിൽ ഞാൻ ചാണകപ്പൊടിയോ ഒന്നും ഞാനിതിലിട്ടിട്ടില്ല. മണ്ണിലാണ് അതോ നമ്മളുടെ ഈ മണലിലാണ് ഇത് ചെയ്യാൻ പരീക്ഷണാർത്ഥം. അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം എന്നില്ല. അതോ തണലത്ത് ഇത് കണ്ടോ, ഇത് റെഡ് ലിപ്സ്റ്റിക്കിൽ പെട്ട അഗ്ലോണിമ വർഗ്ഗമാണ്. ഈ സാധനം തന്നെ ഇതും വെയിലത്തിരിഞ്ഞതാണ്. വെയിലത്തിരുന്നതിൻ്റെ ഒരു മഞ്ഞ കളർ വെച്ചിട്ട് ഇതിങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇൻഡോറിൽ ഉള്ളിൽ കൊണ്ടുവച്ചതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കളറുണ്ട്, ഇതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയിലാണ് ഇത് കിട്ടുന്നത്. ഇത് സംഭവം എന്ന് വെച്ചെന്നുണ്ടാൽ നമ്മളുടെ കാടുകളിൽ ഈ അഗ്ലോണിമ അല്ലെങ്കിൽ മറ്റുള്ള ചെടികളോ ഒന്നും നമ്മളുടെ വീട്ടുപറമ്പിലൊന്നും ഉണ്ടായി വന്നതല്ല. ഇതൊക്കെ കാടുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ആവാസ വ്യവസ്ഥ നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്കൂട്ടത്തിൻ്റെ ഉള്ളിലാണ് വെച്ചിരുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ തണൽ ചെടി ആയതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഇതിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെ ഇതിന് വേണ്ട വെളിച്ചം കിട്ടുന്നുണ്ട്, മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളം പിന്നെ നമ്മളുടെ സാധാ മണ്ണിൽ നിന്ന് തന്നെയാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളുടെ മണ്ണിലത്തെ വളം തന്നെയാണ് ഉള്ളത്. വേറെ എക്സ്ട്രാ വളങ്ങളൊന്നും നമ്മളിതിന് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കി എടുത്ത തൈകളാണ്. ഇനിയുള്ളത് അഗ്ലോണിമയെ പെട്ട തന്നെ കുറച്ച് ഐറ്റംസുകൾ. ഇതിൻ്റെ പേരുകളൊന്നും എനിക്ക് വലിയ പിടിച്ചല്ല. ഇതൊക്കെ റെഡ് ലിപ്സ്റ്റിക്കിൽ പെട്ട ഏകദേശം തന്നെ. ഇതിൻ്റെ പേര് വലിയ ഐഡിയ ഇല്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഇൻഡോറിനായിട്ട് കുറച്ച് പോട്ടുകൾ മേടിച്ചിട്ടുണ്ട്. ഇൻഡോറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെക്കാനില്ല, പുറത്ത് തന്നെയാണ്. സൂര്യപ്രകാശം ഡയറക്റ്റ് ലഭിക്കാത്ത സൂര്യൻ ഡയറക്റ്റ് ഏൽക്കാത്ത പ്രകാശം മാത്രം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കുറച്ചൊന്ന് സെറ്റ് ചെയ്യേണ്ടിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പോട്ട് മിക്സ് തയ്യാറാക്കിയെന്നുള്ള ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇതിൽ മണലുണ്ട്, പോട്ട് മിക്സ് ഉണ്ട്, പെർലൈറ്റ് ഉണ്ട്, ചാണകമോ അതുപോലെ തന്നെ മറ്റുള്ള ഫെർട്ടിലൈസറോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് അസല് നമ്മളെ നാടൻ മണ്ണിലുള്ളതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പോട്ടിൽ നിറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് തട്ടരുത്, ഉള്ളിൽ വെക്കുക. അതുപോലെ തന്നെ മഴവെള്ളം എന്നുണ്ടെങ്കിൽ നല്ലോണം ഓട്ടുള്ള ഇതിൽ ഇതുണ്ട് ചട്ടി നല്ലോണം ഹോളിടുക, ഹോളിട്ടതിൻ്റെ ശേഷം വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെള്ളം കൊടുക്കണ്ട, കുറേശ്ശെ 3 ദിവസമോ 4 ദിവസമോ കൂടുമ്പോൾ കൊടുത്താൽ മതി. ഈ ക്വാളിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. മറ്റേ ചകിരിച്ചോറും അതുപോലെ തന്നെ മറ്റുള്ള പെർലൈറ്റോ കൂടുതലിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ മാത്രം വെള്ളം ഒഴിക്കുക, കുറേശ്ശെ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ മേടിച്ചുള്ള കണ്ടെയ്നർ ഇത് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ്. 80 രൂപ നിരക്കിലാണ് മേടിച്ചത്. ഇത് നമ്മുടെ ചാവക്കാട് ഇവിടെ ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ അവിടെ അന്വേഷിക്കുക, വില ചോദിക്കുക. ഇവിടെ വില കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചെന്നുണ്ടാൽ ഒരെണ്ണം മേടിക്കാനായിട്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് തൃശ്ശൂർ പോകാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ ആ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കും എനിക്ക് കുറച്ച് മേടിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണ്. എനിക്ക് 80 രൂപ വെച്ചിട്ടാണ് ഈ ഒരു ചട്ടി കിട്ടിയത്. അപ്പോൾ ഇത് സെൽഫ് വാട്ടറിങ് സിസ്റ്റം ഉള്ളതാണ്. ഏകദേശം ഒരു 1 ഇഞ്ചോളം നമുക്ക് ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഏരിയയാണ്. ഇത്രത്തോളം ബ്ലാങ്കായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് ചട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമുക്ക് വെള്ളം ഒഴിച്ചെന്നുണ്ടാൽ വെള്ളം അവിടെ തന്നെ ഉണ്ടാവും. ആവശ്യമുള്ള വെള്ളം ഇവരെന്നെ നമ്മൾ ഭൂഗർഭ ജലം എങ്ങനെയാണോ നിൽക്കുന്നത്, നമ്മൾ സാധാരണ ഇപ്പോൾ തെങ്ങും മറ്റുള്ളതൊക്കെ നിൽക്കുന്നത് നമുക്കറിയാമല്ലോ. ഭൂഗർഭജലത്തിലേക്ക് അവരുടെ വേര് ആഴ്ന്ന് പോകുന്നിട്ട് അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് എന്നതുപോലത്തെ അതേ സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ
സെൽഫ് വാട്ടർ കണ്ടെയ്നറിലും നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാന്ന് വെച്ചെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെറ്റിൽ നടക്കുന്നു. അതെന്ന് വെച്ചെന്നുണ്ടാൽ ഇതിൻ്റെ മണ്ണ് ഇതിലേക്ക് ഇറങ്ങാതിരിക്കാനാട്ടോ. ഈ വലിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലേക്ക് മണ്ണ് ഇറങ്ങാതിരിക്കാനാണ്. പിന്നെ അത് മാത്രമല്ല കുറച്ച് വെയിറ്റും ഉണ്ടാവും. ഇപ്പോൾ ഹോൾ അടയില്ല കേട്ടത്, അത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇത് വൃത്തിയേടാവും. കുഴച്ച നമ്മളുടെ നാടൻ മണ്ണ് കുറച്ചിട്ടിട്ടുണ്ട്. ഇനി എന്താ പരിപാടി വെച്ചാൽ ഇതും ഒരു അഗ്ലോണിമയാണ്. ഇത് 300 രൂപക്ക് മേടിച്ചതാട്ടോ. നല്ല സാധനമാണ്, കണ്ടപ്പോൾ നല്ല ആകർഷണമായി തോന്നി. അപ്പോൾ അതുകൊണ്ട് മേടിച്ചാണ്. 300 രൂപക്കാണ് ഇത് മേടിച്ചത്. ഇതിൽ ഫുള്ള് എന്താ പറയുക, കോക്കോപ്പിറ്റ് മാത്രമേ ഉള്ളൂ, ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ. ഫെർട്ടിലൈസറൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും ഇത് ഇതിൽ തന്നെ ഇടട്ടെ. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചെന്നല്ലേ, ഞാൻ കത്തിരുത്തടി ഇതിൽ മുള വരുന്നുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പോട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് ബ്രാഞ്ചസ് വേണം. ഇത് കണ്ടോ, അതിൽ മറ്റേ സെൽഫ് വാട്ടറിങ്ങിന് വേണ്ടിയിട്ട്, സെൽഫ് വാട്ടറിങ് അല്ല, നമ്മളുടെ ചെറിയ കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ കണ്ടെയ്നർ ഓൾറെഡി ഇതിലുണ്ട്. ഇതിന് കയറി വെക്കരുത്. കണ്ണിക്ക് മണ്ണ് പോയേ. മുള പൊട്ടുന്നുണ്ട്. മുള നമുക്ക് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ വേണം ദൂരായി. ഇത് എല്ലാത്തിലും ഇതുപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഇത് ചിലതിലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലത്തെ നെറ്റുകൾ. ഇതിപ്പോൾ ഞാൻ 2 പീസാക്കി. ഓക്കെ, ഇതിലൊരെണ്ണമാണ് ഇപ്പോൾ ഞാൻ പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതല്ലല്ലോ, കുറച്ച് മണ്ണ് കുറവുണ്ട്. ഒരു അഗ്ലോണിമ പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? സെറ്റ്. ഈ ഇരിക്കണതിലൊക്കെ നമുക്ക് ആക്കേണ്ടതാട്ടാ. ഇതിലൊക്കെ ഓരോന്നാക്കണം. വെയിറ്റ് ഒന്നായില്ലേ? അഗ്ലോണിമ തന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഒരു 1, 2, 3
4-5 വെറൈറ്റികൾ ഇപ്പം കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി അതുപോലെ തന്നെ ഇപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ പീസ് എടുക്കില്ലേ, ഈ പീസ് അത് ഇതിലോട്ട് തന്നെ വീണ്ടും നിറക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ചെനച്ചം പൊട്ടിയിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഇടാം. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ചെറിയൊരു ബ്രാഞ്ച് പൊട്ടിയിട്ടുണ്ട്. ഇത് ഇനിയും നമുക്ക് ബ്രാഞ്ച് പൊട്ടി വരും, ബാക്കിയുള്ളത് അതിൽ നിന്നും പൊട്ടും. ഇത് നമ്മൾ അതിലേക്ക് തന്നെ ഇടുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കറി നല്ല ക്ലാരിറ്റി ഇല്ലേ, നമ്മളെപ്പോഴും നഴ്സറികളിൽ പോയിട്ട് ചെടി തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അവരെ കൊണ്ട് എടുപ്പിക്കരുത്. നമ്മൾ പറയും നല്ല ചെടി നോക്കിയെടുക്കുക എന്ന് നമ്മൾ അവരോട് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് എടുപ്പിക്കരുത്. ഈ ഒരു ചട്ടിക്കും 300 ആണ്. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടും ബഡ്ജറ്റ് കുറവിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ നമ്മൾ ബിസിനസ്സാണല്ലോ. എനിക്ക് നല്ലതായി തോന്നി, നല്ല ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ചാൽ ഇതിലൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ, ഒറ്റ സ്റ്റെമ്പേ ഉള്ളൂ, അടുത്ത ബ്രാഞ്ച് വരുന്നുള്ളൂ. ഇതുപോലെ ബ്രാഞ്ചസ് കൂടുതലുള്ള അവിടെ ചട്ടി കണക്കിനാണ്, ബ്രാഞ്ചസിൻ്റെ കണക്കിനല്ല നമുക്ക് നഴ്സറിയിൽ നിന്ന് സാധനം തരിക, ചട്ടിയുടെ കണക്കിനാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്രാഞ്ചസ് ചനച്ചം പൊട്ടിയത് നോക്കിയെടുക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവാണ്. ഈ സാധനം തന്നെ ഇനിയും 3-4 ചട്ടികളിലേക്ക് നമുക്ക് ആക്കുകയും ചെയ്യാം. അതല്ല ഒരു ചട്ടി തന്നെ അങ്ങനെ ബുഷായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ അതും നിർത്താം. അതല്ല മറ്റുള്ള ചട്ടികളിലേക്ക് നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ നിർത്തുകയും ചെയ്യാം.